യേശുവിന്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ എതിരേൽക്കുന്നു. ഒരു മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അടുത്തു വരുമ്പോൾ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ശ്വാസം കഴിക്കണം, നമുക്ക് വെള്ളം കുടിക്കണം, നമുക്ക് ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, നമുക്ക് പാർപ്പിടം വേണം. 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പൊതുവെ ലൗകിക ജീവിതത്തിൽ ആവശ്യമുള്ളത്. ഇതൊക്കെയും ലഭിക്കുമ്പോൾ മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും. ആത്മീയ ജീവിതത്തിൽ ഉള്ള ശ്വാസം എന്താണ്? ആത്മീയ ജീവിതത്തിൽ ശ്വസിക്കാൻ കിട്ടുന്നത് ഞങ്ങളുടെ ജീവശ്വാസമായ അഭിഷിക്തൻ. അതുകൊണ്ടാണ് അതിന് ഇടപെടാതെ നാം എന്ത് പറയണം? കർത്താവിന്റെ നാമത്തെ ഏറ്റു പറയുന്ന സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം. എപ്പോഴും നമ്മുടെ ശ്വാസത്തിൽ എന്തുണ്ടാകണം? കർത്താവിന്റെ നാമം ഉണ്ടായിരിക്കണം, സ്തോത്രം ഉണ്ടായിരിക്കണം. അതെങ്ങനെയായിരിക്കണം? സന്തോഷത്തോടെ സ്തോത്രം പറയുന്നവരായിരിക്കണം. രണ്ടാമത്തത്, നിങ്ങളെല്ലാവരും ഏകശരീരമാകുമാറ് ഒരാത്മാവിനാൽ സ്നാനമേറ്റും ഒരാത്മാവിനെ പാനം ചെയ്തു മരിക്കുന്നു. ആത്മാവിനെ നാം പാനം ചെയ്യണം, സന്തോഷത്തോടെ ആയിരിക്കണം. മൂന്നാമത്തതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഭക്ഷണം കഴിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഭക്ഷിക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുന്നത് പറഞ്ഞാൽ സന്തോഷത്തോടെ, നീതി പ്രവൃത്തികളാണ് വസ്ത്രം എന്ന് പറയുന്നത്. അത് സന്തോഷത്തിൽ നീതി പ്രവർത്തിക്കണം. ഒരു പുതിയ വസ്ത്രം കിട്ടുമ്പോൾ ആരെങ്കിലും ദുഃഖിക്കോ? നല്ല ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ 5 ഓർത്തോളം സമയമില്ല, അതുകൊണ്ടാണ് വേഗം ഓടിച്ചു തീർക്കുന്നത്. അപ്പോൾ ഒരു പുതിയ വസ്ത്രം കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നത് പോലെയാണ് ആത്മീയ ജീവിതത്തിൽ ഒരു നീതി പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കൊരു വസ്ത്രം കിട്ടുക. അപ്പോൾ സന്തോഷിച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത്, നാം ശരണമാക്കണം, നമുക്ക് ചെന്ന് പാർക്കണം. അവൻ പറയുന്നത്, നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ദൈവത്തെ ശരണമാക്കുന്നതിന് അവൻ എന്ത് ചെയ്യണം? ആനന്ദിക്കണം. ഈ 5 കാര്യങ്ങൾ നമ്മൾ ഓർത്തു കൊള്ളണം. എന്തൊക്കെ ചെയ്യണം? നമുക്ക് ശ്വാസം, പാനീയം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇത്രയും കാര്യങ്ങൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് സന്തോഷത്തോടെ ആയിരിക്കണമെന്നാണ് പറഞ്ഞ സാരം. ഇതിന്റെ വിശദീകരണമായി നമ്മൾ പിന്നീട് ഇത് നമ്മൾ എടുക്കുന്നതാണ്. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കരുണ നമ്മളൊപ്പം ഇരിക്കുമാറാകട്ടെ. നമുക്ക് മുട്ടുകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ വിശുദ്ധ സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ആഴ്ചവട്ടത്തിന്റെ 1ാമത്തെ ദിവസം ആരാധനയ്ക്കായി ഞങ്ങൾക്ക് കടന്നു വരുവാനും കർത്താവ് വചനത്തെ ചിന്തിപ്പാനും പാടുവാനും പ്രാർത്ഥിക്കാനും എല്ലാം കർത്താവ് വന്നല്ലോ. ദൈവത്തിന്റെ ശക്തി ഞങ്ങളോടൊപ്പം ഇരിക്കുവാനാകട്ടെ. ഇപ്പോൾ കർത്താവെ, ദൂരെയായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ഈ ഒരാഴ്ചവട്ടക്കാലം, ഇനിയും തുടർന്നുള്ള ദിവസങ്ങൾ ജീവിക്കാനുള്ള ദൈവശക്തിയും മാനസികമായ ഒരുക്കവും സന്തോഷവും സമാധാനവും കർത്താവ് മക്കൾക്ക് കൽപ്പിച്ചു കൊടുക്കുക. മഹത്വത്തിന് കുറവാകട്ടെ. സ്തോത്രം.